ഹായ്, ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം ആയിരക്കണക്കിന് വർഷമായി യഹൂദ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുവരുന്ന മെസൂസ എന്ന ആചാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേലിലെ ശ്രേഷ്ഠമാകുന്ന ഒരു ആചാരമാണ് മെസൂസ എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിന് പറയപ്പെടുന്ന പേരാണ് മെസൂസ എന്നത്. ഇതിൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠമാകുന്ന ഒരു ആചാരം അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ? ആ ഒളിഞ്ഞിരിക്കുന്ന സംഭവത്തെയാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ? ഇത് യഹൂദ കുടുംബങ്ങൾ അവരുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ വലതുഭാഗത്തെ വാതിൽ ഫ്രെയിമിൽ ഘടിപ്പിക്കുന്ന ഒരു കേസാണ്. ഈ കേസിന് മെസൂസ എന്ന് പറയുന്നു. ഈ മെസൂസ എന്ന വാക്കിൻ്റെ അർത്ഥം വാതിൽപ്പടി എന്നാണ്. യഹൂദന്മാരെ ബന്ധിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഒരുമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീകമാണ് മെസൂസ. യഹൂദന്മാർ അഭിമാനത്തോടെ ഇവിടെ താമസിക്കുന്നുവെന്നും ഇങ്ങനെ പറയുവാൻ ഞങ്ങൾ ഭയപ്പെടുന്നില്ലെന്നുമുള്ള ഒരു ബാഹ്യ അടയാളം കൂടെയാണ് മെസൂസ. ഇത് എൻ്റെ വീടിൻ്റെ വാതിൽപ്പടിയിലുള്ള മെസൂസയാണ് കേട്ടോ. ഹീബ്രു ബൈബിളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ തോറ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇതാണ്: നമ്മുടെ ബൈബിളിൽ പറയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം. ഇനിയും ഈ ആവർത്തന പുസ്തകത്തിന് ഹീബ്രുവിൽ ദെവറിം എന്നാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 6:4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് യഹൂദന്മാരുടെ ഏറ്റവും പവിത്രമായ 2 പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഈ പവിത്രമായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മെസൂസയ്ക്കുള്ളിൽ ഇവർ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. ആവർത്തനം 6:8 പറയപ്പെടുന്നു: അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം എന്ന യഹോവയുടെ കൽപ്പന ഇന്നും ഇവർ പരിപാലിക്കും. ഇങ്ങനെ ഇവരുടെ പവിത്രമായ ഈ പ്രാർത്ഥന ചുരുളാക്കി ഈ കേസായ മെസൂസയ്ക്കുള്ളിൽ വയ്ക്കുന്നു. ഈ ചുരുളിൻ്റെ മറുവശത്ത് ഷദ്ദായി എന്നും എഴുതിയിരിക്കും. ഈ ഷദ്ദായി എന്ന വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എൽ ഷദ്ദായി എന്ന വാക്കാണ്. സർവശക്തൻ എന്ന വാക്ക്. ഷദ്ദായി എന്ന വാക്കിൻ്റെ അർത്ഥം സർവശക്തൻ എന്നാണ് കേട്ടോ. മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മാത്രമല്ല, രക്തം അടയാളമുള്ള വീടുകളിൽ അല്ലെങ്കിൽ കൂടാരങ്ങളിൽ സംഹാരകൻ്റെ കയ്യെ തൊടാതെ യഹോവ അവരെ സംരക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് മാത്രമല്ല, ഇന്നും എന്നും യഹോവ അവരെ സംരക്ഷിക്കും എന്ന വിശ്വാസം കൂടെയാണ് ഈ മെസൂസ കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്. ആവർത്തന പുസ്തകം 6:4 മുതൽ 9 വരെ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ യഹോവ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള വാക്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഇവർ അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഈ വാക്യത്തിൽ കൈവച്ച് ആ കൈയെ ഇവർ ചുംബിക്കുന്നു. ഇത് ഇവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകതയാണ്. ഇവർ അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും യഹോവ സംഹാരകനിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഉറപ്പിൻ്റെ വിശ്വാസത്തിൽ ഈ ആചാരം ആയിരക്കണക്കിന് വർഷമായി യഹൂദ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ്. ഇതാണ് ഈ മെസൂസയുടെ പ്രത്യേകത.